പ്രൈവറ്റ് ബസ്സുകൾ നമ്മൾ ആശ്രയിക്കുന്ന അതിൻ്റെ കംഫർട്ട്, അതിൻ്റെ ടൈം, കൃത്യമായ ടൈം, പിന്നെ വഴി കിടക്കില്ല എന്നുള്ള വിശ്വാസം. ഇത് മൂന്നിലും നമ്മൾ പരാജയമായിരുന്നു. നമ്മളത് പരിഹരിക്കുകയാണ്. ഇപ്പോൾ വഴി കിടക്കുന്ന പരിഹരിക്കണമെങ്കിൽ പഴഞ്ചൻ വണ്ടികളാണ്. പുതിയ വണ്ടി വാങ്ങാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വണ്ടിയെ ഞാൻ വാങ്ങിക്കുള്ളൂ. എനിക്ക് സന്തോഷത്തോടെ 2001 2002 കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായി മന്ത്രിയാകുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എയർ കണ്ടീഷൻ ചെയ്ത ഹൈ ക്വാളിറ്റിയുള്ള വോൾവോ ബസ് വാങ്ങിയ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. അതിനുശേഷം ആന്ധ്ര 300-400 വണ്ടി വാങ്ങിച്ചു. കർണാടക വാങ്ങിച്ചു. പക്ഷേ നമ്മൾ 5 എണ്ണത്തിൽ നിന്ന് കിടന്ന് കറങ്ങി. നമ്മളൊരു 5 എണ്ണത്തിൽ കിടന്ന് കറങ്ങി. അത് 24 കൊല്ലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങിയാണ്. അപ്പോൾ നമ്മൾ അത്തരം വണ്ടികൾ, ഇപ്പോൾ ലൈലൻഡ് ഇന്ത്യക്ക് പുതിയ വണ്ടികൾ വരുന്നുണ്ട്. ഹൈ ക്ലാസ്, അതായത് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു എമിറേറ്റ്സ് പ്ലെയിനിൻ്റെ ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്യുന്ന കംഫർട്ട് കിട്ടുന്ന വണ്ടികളുണ്ടാകുന്നു. ആ വണ്ടികൾ KSRTC ഉടൻ വാങ്ങും. ഓണത്തിന് മുമ്പേ അത് റോഡിൽ കൊണ്ടുവരും. ഓണത്തിന് മുമ്പേ കൊണ്ടുവരും. ഈ ബാംഗ്ലൂർ പോലെ ട്രിപ്പുകൾ, നമ്മൾ അന്തർ സംസ്ഥാന ട്രിപ്പുകൾ പോകുമ്പോൾ നമുക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ വണ്ടി കയറാൻ ആളുണ്ട്, സീറ്റ് തിറയത്തില്ല, പക്ഷേ ചൂഷണം. പ്രൈവറ്റ് ബസ്സുകാർ ആ സമയമാകുമ്പോൾ 4000 രൂപ, 2500, 3000 രൂപ ടിക്കറ്റ് എടുക്കും. ഇത് മുഴുവൻ തിരിച്ചു പിടിക്കും. എൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഇൻഡർസ്റ്റേറ്റ് വിടുക.